പുതിയൊരു സിസ്റ്റമാണ്. 50 വയസ്സ് കഴിഞ്ഞവർക്കൊന്നും അസുഖമില്ലാത്തവരില്ല. ഭയങ്കര രോഗങ്ങളെല്ലാവർക്കും. പുതിയ സിസ്റ്റമാണ് ഇത് കേട്ടോ. മാഫിയയുടെ സിസ്റ്റമാണ്. അപ്പൊ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കാണുന്നില്ലയോ, ഒരു ഗുളിക പോലും കഴിക്കുന്നില്ല, ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ നമുക്ക് അതുകൊണ്ടേ ഭയങ്കര രോഗം. നമ്മുടെ മുട്ടയിലോട്ട് ലേസർ അടിക്കുക, പിന്നെ നമ്മുടെ തലയിലോ ഇവിടോട്ട് അങ്ങനെ അടിക്കുക, ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഡ്രൂപ്പ് ആക്കാനായിട്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല പല രോഗങ്ങളായി ഇവന്മാർക്ക്. ഭയങ്കര രോഗമാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ EMF വെച്ച് ഇങ്ങനെ അടിക്കുക, എന്നിട്ട് നമ്മളെ കൊല്ലാൻ നോക്കുക. മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ ലൈറ്റ് ഇട്ടിരുന്നാൽ അറിയാൻ പറ്റും നമുക്ക്. ഇതിങ്ങനെ ഡിമ്മാവും ഇവന്മാർ. ഇത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കുക്കപ്പ് ആക്കുകയാണ്. നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇടത് മുട്ടയിലോട്ട്, ഇടത് ഈ ഹിപ്പിലോട്ട്, ഇങ്ങനെ പലയിടത്തോട്ടങ്ങ് അടിച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ. പിന്നെ നമ്മളെ അതൊന്നും നടക്കാതാകുമ്പം ആളുകൾ ഇങ്ങനെ ഇവിടോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കഥയുണ്ടാക്കാൻ തുടങ്ങും. അതും നടക്കാതാകുമ്പോൾ ഒരുത്തം പറയുന്നതാണ് ഇവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്, അവിടെ പോയി മരുന്ന് കഴിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മരുന്ന് കഴിച്ച് കാശ് കിട്ടണമെന്ന് പറഞ്ഞു ഇങ്ങനെ പുറകിൽ നടക്കുക നമ്മളത്. അങ്ങനെയാണോ? 50 വയസ്സ് കഴിഞ്ഞാൽ ആരും ഒന്നും ജീവിക്കത്തില്ലയോ? 4 വയസ്സ് മരുന്നില്ലാതെ കഴിക്കാൻ പറ്റത്തില്ലയോ? ജീവിക്കാൻ പറ്റത്തില്ലയോ 50 വയസ്സ് കഴിഞ്ഞാല്? ഇത് വലിയൊരു മാഫിയ സംഘമായിട്ട് മാറിയിരിക്കുക കേട്ടോ. 50 വയസ്സ് കഴിഞ്ഞാലേ മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് എത്രയോ പേരെ അറിയാം ഒരു മരുന്നും ഇല്ലാത്ത നല്ല പയറ് പോലെ നടക്കുന്നവര്. ഒരു മരുന്നും ഇല്ല, നല്ല ചുണയായിട്ട് നടക്കുന്നത്. ഞാനും പറയാനില്ല, ഒരു മരുന്നും ഇല്ല നമുക്ക്. നമ്മളിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഇതാക്കാൻ നോക്കുക. നമ്മുടെ സ്വത്ത് മുതലൊക്കെ അല്ലെ പിന്നെ സ്വത്ത് ഇത് നെൽപ്പാടമാണോ? എനിക്കൊരു നെൽപ്പാടവും ഇല്ല. ഞാനെല്ലാം കാണിച്ചിട്ടില്ലയോ? വല്ല നെൽപ്പാടവും കണ്ടിട്ടുണ്ടോ? വല്ല തെങ്ങ് നിൽക്കുന്ന പുരയിടങ്ങളല്ല. അപ്പൊ അത് ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇൻഷുറൻസ് അടിക്കണം. അങ്ങനെ പല പല വേലകളുമായിട്ട് അങ്ങ് നടക്കുക. ഇങ്ങനെ നമ്മുടെ പുറകിലങ്ങ് നടക്കുക കുറെ ക്രിമിനലുകൾ. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ. എനിക്ക് എന്റെ വസ്തു നമ്മുടെ കൈ വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് മനസ്സമാനത്തോടെ നമ്മുടെ സ്വന്തം എനിക്ക് കിട്ടിയ ഷെയറിനകത്ത് ജീവിക്കാൻ പറ്റില്ല. ഈ ക്രിമിനലുകൾക്കൊക്കെ ജീവിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. മുടി പൊഴിക്കുക, മുടിയിലോട്ട് അടിക്കുക, അങ്ങനെ പല പല രോഗങ്ങളാണ് കയറി ഇരുന്ന് കുറെ അവന്മാർ വരിക. ഇങ്ങനെ വയ്യെ പോയാൽ നമ്മുടെ വീട്ടിലോട്ടാണ് അവന്മാർ വരുന്നത്. വയ്യെ പോകുന്നത് നമ്മുടെ വീട്ടിൽ. നിങ്ങൾ കാണുന്നുണ്ടോ വല്ലതും ഇവിടെ? ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. ഏതെങ്കിലും ആണുങ്ങളെ കാണുന്നുണ്ടോ? ഏതെങ്കിലും ആണുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിരിക്കും. മനസ്സിലായില്ലയോ? ആ
ഞാൻ ലീവായിട്ട് like my house, my own house, my share with it. എന്റെ പേരിലുള്ളതാണ്. ഞാൻ കരവടയ്ക്കുന്നതാണ്. 146 സെന്റ് ചെലവ് ചെയ്ത് ഇതിനൊക്കെ വേറെ ആർക്കും ഒരു അവകാശമില്ല. എന്നാൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശമല്ലാതെ വേറെ ജീവിക്കാൻ കഴിക്കാനുള്ള അവകാശങ്ങളൊന്നും ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിജി സുബ്രഹ്മണ്യനെ എത്തിക്കൊണ്ട് വരാനായിട്ടുള്ള അവളിങ്ങനെ വലിയ ഇങ്ങനെ സംസാരിക്കുന്നിങ്ങനെ അടുത്ത ആഴ്ച വരാൻ ഒരു ദിവസം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ ഡ്രാമ തുടങ്ങുമോ അന്നേരച്ചുള്ള ഡ്രാമ ഇതിനകത്ത് ആരൊന്നുമല്ല മനസ്സിലായി. അവന്റെ വീട്ടിലായിരുന്നത് നമുക്ക് അവനായിട്ട് 100 ബന്ധവും ഇല്ല. ഇന്നലെ പറഞ്ഞിട്ട് നമുക്ക് ബന്ധോടി ഇരുന്നത് ഇന്നലെ 28 പേപ്പർ. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എന്റെ അമ്മ ഒരു പുതിയ ഇവിടെ മോട്ടറൊന്നും രാത്രി ലോണാവസ്ഥ നമ്മുടെ രാത്രി ലോണാവസ്ഥ അപ്പം കൊച്ചി ആരായിരിക്കും എന്റെ അമ്മയ്ക്ക് ഗ്യാൻ കൊടുത്തത് ശ്രീരാജ് പണിക്കരായിരിക്കും. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് AC ഒന്നും ഇല്ല ഇവിടെ. കണ്ടിട്ടുണ്ടോ? നമുക്ക് AC ഒന്നുമില്ല. ജെല്ല് തുറന്നു തന്നുണ്ടാവണം. നമുക്കറിയാമല്ലോ. AC ഒന്നും ഇവിടെ ഇല്ല. AC അത്ര വലിയ ചൂടൊന്നും ഇല്ല. AC ഉപയോഗിക്കേണ്ട ചൂടൊന്നും നമുക്കില്ല. നമുക്കെല്ലാം അറിയാം. ഇപ്പൊ വലിയ സഹിക്കാൻ പറ്റാത്ത ചൂടുകളൊന്നും ഇല്ല. നമ്മൾ നട്ടടാ ഉച്ചയ്ക്ക് പോകുന്നതാ. നട്ടടാ ഉച്ചയ്ക്കില്ലാത്ത ചൂട് രാത്രിയിൽ 26 ഡിഗ്രി 26 24 ഡിഗ്രി ഉള്ള സമയത്ത് എന്തോ ചൂടാണ്. 24 നമ്മള് എനിക്ക് ഡൽഹിയിലെ ചേച്ചി ഉണ്ടായിരുന്നു. അന്നേരം 24 26 ഒക്കെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? അത് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അത് ധ്യാനാണ് ചെയ്യാൻ. ഇവിടെ AC ഒന്നുമില്ല. അപ്പൊ AC നാട്ടിലേക്ക് AC ഓൺ ആയാലും നമ്മുടെ മോട്ടർ ഓൺ ആക്കില്ലയോ. അതിന് മുന്നേ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഓഫായിരുന്നു രാത്രിയിൽ. അതെന്തുമായിരുന്നു? അപ്പൊ അത്രയ്ക്ക് വോൾട്ടേജ് കുറവാണ് നമ്മുടെ കേരളത്തിൽ. ഇതൊന്നും അറിയണം. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ തെളിവ് ചെയ്തുകൊണ്ട് പിന്നെ പകൽ നമ്മുടെ മോട്ടർ ഓഫ് ആക്കുക അങ്ങനെ പല പല പരിപാടികളുണ്ട്. ഇതൊന്നും പിന്നെ ഇപ്പം വെച്ച് കഴിഞ്ഞാല് എങ്ങനെങ്കിലുമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലാക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹോസ്പിറ്റലാക്കി മരുന്നൊക്കെ കഴിച്ചിട്ട് മാഫിയക്ക് കാശ് നമ്മൾ ചേർക്കുന്ന കാശ് കിട്ടണം. അപ്പൊ നമ്മുടെ മുട്ടയിലോട്ട് അടിക്കുക, മാറി മാറി നമ്മുടെ ഫുഡിലോട്ട് അടിക്കുക, നമ്മുടെ ഹിപ്പിലോട്ട് അടിക്കുക, ഏതെങ്കിലുമൊക്കെ രീതിയിലൊന്നും ഇതാക്കാൻ നമ്മൾ നോക്കുകയാണ്. പിന്നെ തലമുടിയെല്ലാം തലയിലോട്ടെല്ലാം അടിക്കുക, നമ്മുടെ പുരികം വലിക്കുക, പിന്നെന്താണ് പല പല പരിപാടികൾ. അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കാതാകുമ്പോഴത്തേക്കും ആണുങ്ങളൊക്കെ അവിടെ എവിടെയെല്ലാം കയറ്റി വെച്ചോണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. കയറ്റി വെച്ചോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതെന്ന് പറയാ. അത് നടക്കാതാകുമ്പോൾ ചില അമ്മമാരിങ്ങനെ പറയുക യോ മരുന്ന് കഴിക്കും സൈക്യാട്രിസ്റ്റ് അവിടെ എവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇതാക്കിയാൽ മതി. ഇതെന്തൊരു ശൈലിപാട് ഇത്. ഈ മെഡിക്കൽ മാഫിയയും ഇൻഷുറൻസ് മാഫിയയും കൊണ്ട് നമ്മളൊന്ന് പണിയില്ല. മരങ്ങൾ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. വലിയ ഇത് മാഫിയ സംഘങ്ങളെ കൊണ്ട് ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മളെ നിരന്തരം വീക്ഷിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് കഴിക്കുന്നു, ഭയങ്കര ശല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വർഷങ്ങളായി ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്നില്ല. വർഷങ്ങളായി 6-7 വർഷമായി. മനസ്സിലായോ?